ഇപ്പോൾ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളിയ ദേവി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചു. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളിയ ദേവി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഭക്തിനിർഭരമായ കാഴ്ചയാണ് കാണുന്നത്. ഉത്സവത്തിന് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിലേക്ക് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ദേവി തിരിച്ചെഴുന്നള്ളിയിരിക്കുന്നു. ഇനി തുടർ പൂജകൾ എപ്രകാരമാണ്? വായ്ക്കുരവയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അമ്മ തിരുസന്നിധിയിലേക്ക് തിരിച്ച് ഭക്തജന സഹസ്രം അമ്മയുടെ തിരുമുമ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് അമ്മയുടെ തിരുമുമ്പിൽ ഈ ഭക്തജന സഹസ്രങ്ങൾ ഇത്രയും സമയം കാത്തുനിന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ്. നാദഭേരി മുഴക്കിക്കൊണ്ട് അമ്മയുടെ തിരുമുമ്പിലേക്ക് വരുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ആ ദർശനം ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ ശേഷമാണ് ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം അമ്മ തിരിച്ചെഴുന്നള്ളത്. അമ്മയുടെ തിരിച്ചെഴുന്നള്ളത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി 1 മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ കുത്തിയോട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാക്കിക്കൊണ്ട് അമ്മ മണക്കാട് ശാസ്താവിന്റെ ദർശനത്തിനായി ശാസ്താവിനെ കാണുന്നതിനായി പുറത്തെഴുന്നള്ളത് ഇന്ന് രാവിലെ 8:30 സമാപിക്കുന്നത്. 8:30 മണക്കാട് ശാസ്താവിന്റെ തിരുമുൻപിൽ അമ്മയെത്തി ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളോടെ അമ്മയെ അവിടെ ആനയിക്കുകയും ആ ക്ഷേത്ര സന്നിധിയിൽ മണക്കാട് ശാസ്താ ക്ഷേത്ര സന്നിധിയിൽ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ നടന്നു. അതിനുശേഷമാണ് തിരിച്ചെഴുന്നള്ളത്ത് ഉണ്ടാകുന്നത്. വാദ്യമേള ഘോഷങ്ങളുടെയും നാദസ്വരങ്ങളുടെയും വായ്ക്കുടവകളുടെയും എല്ലാം അകമ്പടിയോടെയാണ് അമ്മ തിരിച്ചെഴുന്നള്ളുന്നത്. ഈ ഒരു ദർശനം കാണുവാൻ, ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഭക്തജന സഹസ്രം അമ്മയുടെ തിരുമുമ്പിൽ ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് നിൽക്കുന്നൊരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 10 ദിവസമായി ആറ്റുകാൽ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇനി ഈ ക്ഷേത്രത്തിലെത്തുന്ന അമ്മയെ കാപ്പഴിക്കും. ആ കാപ്പഴിച്ചതിനു ശേഷം രാത്രി നടക്കുന്ന കുരുതി പൂജയോടുകൂടി തന്നെ 10 ദിവസം നീണ്ടുനിന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. ഇനി അടുത്ത കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. ഭക്തർ കഴിഞ്ഞ ദിവസമാണ് അനന്തപുരിയെ യാഗശാലയായി മാറ്റിക്കൊണ്ട് ഭക്തജന ലക്ഷം അമ്മയുടെ തിരുമുറ്റത്ത് പൊങ്കാല നേദ്യം അർപ്പിച്ചത്. ആ പൊങ്കാല നേദ്യം അതിനുശേഷം വൈകുന്നേരത്ത് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പുറമെ ഈ കുത്തിയോട്ടം നടന്നു. കുത്തിയോട്ട ബാലന്മാർ 581 കുത്തിയോട്ട ബാലന്മാർ അമ്മയുടെ തിരുമുമ്പിലേക്ക് തിരുമുമ്പിൽ എത്തിയ കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തിയതിനു ശേഷമാണ് അമ്മയുടെ തിരുഭടന്മാരാക്കി മാറ്റിയതിനു ശേഷമാണ് മണക്കാട് ശാസ്താവിന്റെ സന്നിധിയിലേക്ക് അമ്മ എഴുന്നള്ളിയത്.
ഗജവീരൻ നെറ്റപ്പെട്ടം കെട്ടിയ ഗജവീരന്റെ മുകളിൽ തിടമ്പേറ്റി അമ്മ മണക്കാട് ശാസ്താവിന്റെ തിരുമുമ്പിലേക്ക് എഴുന്നള്ളി പരിഭവം പറയുവാനും തന്റെ പിണങ്ങി നിൽക്കുന്ന സഹോദര സങ്കല്പത്തിൽ ആണ് മണക്കാട് ശാസ്താവിനെ ഈ ദേവിയുടെ സഹോദരനായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ശാസ്താവിനെ നേരിട്ട് സങ്കടം മാറ്റുന്നതിനും പരിഭവം പറയുന്നതിനുമായുള്ള യാത്ര എന്നാണ് ഇതിന്റെ ഒരു സങ്കല്പവും ഐതിഹ്യവും പറയുന്നത്. അങ്ങനെ കുത്തിയോട്ടം കഴിഞ്ഞതിന് ശേഷം കുത്തിയോട്ട ഭടന്മാർക്കൊപ്പം വാദ്യമേള ഘോഷങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടെ ദീപങ്ങളുടെ അകമ്പടിയോടെ അമ്മ തിരുവെഴുന്നള്ളത്ത് നടത്തി. ആ എഴുന്നള്ളത്തിനുള്ള സമാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തിരുവെഴുന്നള്ളത്തിനെ ഭക്തർ ആനന്ദാശ്രുവോടെയും വൈക്കുരവിയോടെയും സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ആ എഴുന്നള്ളത്ത് ഇനി നടക്കാൻ പോകുന്നത് കാപ്പഴിക്കൽ ചടങ്ങാണ്. കാപ്പഴിക്കൽ ചടങ്ങിന് ശേഷം അമ്മയുടെ പള്ളിയുറക്കമുണ്ടാകും. അതിനുശേഷമാണ് വൈകുന്നേരത്ത് നടയടയ്ക്കും. വൈകുന്നേരത്ത് നടക്കുന്ന രാത്രി 1 മണിയോട് നടക്കുന്ന ഗുരുതിപൂജ. ആ പൂജയോട് കൂടിയാണ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഔദ്യോഗികമായി പര്യവസാനം ഉണ്ടാകുന്നത്. ഭക്തജനങ്ങൾ ഇനിയൊരു കാത്തിരിപ്പാണ്. അടുത്ത പൊങ്കാല മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പിന് തുടക്കമാണ് ഇനി ഉണ്ടാകുക. അടുത്ത പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുവാനും അതിനുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ് ഇനി ഉണ്ടാകുക. എന്തായാലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഔദ്യോഗികമായ പര്യവസാനത്തിലേക്ക് കടക്കുകയാണ്. അമ്മ തിരിച്ചെഴുന്നള്ളിയിരിക്കുന്നു. മണക്കാട് ശാസ്താവിന്റെ സന്നിധിയിൽ പോയി അവിടെ നിന്നും ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അമ്മ ഇപ്പോൾ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ദർശന സൗകര്യം ഇന്ന് എത്ര മണിവരെ ആയിരിക്കും? നട അടക്കുന്നതും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയക്രമീകരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രോഹിണി, അധിക സമയം ദർശനം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നടയടക്കൽ ചടങ്ങുകളിലേക്ക് കടക്കുമെന്നും മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇനി നിമിഷങ്ങൾ മാത്രമാണ്. നേരത്തെ തന്നെ നിശ്ചയിച്ചു നിന്നും കുറെ അധികം സമയം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ എടുത്തിരുന്നു. കാരണം പല ഇടങ്ങളിലും ഈ പടുക്കയും അതോടൊപ്പം തന്നെ സ്ഥാനവും ഏന്തിയ സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നു. 8:35 9 മണിയോടുകൂടി ഈ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ പോലും ഈ ഇടയ്ക്ക് സ്ഥലങ്ങളിലുള്ള പടുക്ക അടക്കമുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിന്റെ കാരണങ്ങൾ കൊണ്ടാണ് വൈകുന്നത്. ആ വൈകിയ സാഹചര്യത്തിൽ ഇനി അധിക സമയം ഇന്നത്തെ ദിവസത്തെ ദർശനം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പരമാവധി ഭക്തർ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിന് ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഏറിയ പങ്കും ഭക്തർ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നിലകൊണ്ടത്. ഏതായാലും കാപ്പഴിക്കൽ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. കാപ്പഴിക്കൽ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ ചൂരൽ കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽ അഴിക്കുന്ന ചടങ്ങുകളും ഉണ്ടാകും. അതിനുശേഷമാണ് കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുക. അതിന് പിന്നാലെ രാത്രി നടക്കുന്ന ഗുരുതിപൂജയോടുകൂടി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ പര്യവസാനം കുറിക്കും. ഏതായാലും ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭക്തജന സഹസ്രം ഈ അമ്മയുടെ തിരുമുമ്പിൽ നിൽക്കുകയാണ്. ഒരു 10 ദിവസം നീണ്ടുനിന്ന ആ ഉത്സവം, ആനന്ദപുരിയുടെ മഹോത്സവം, കേരളത്തിന്റെ മഹോത്സവത്തിന് ഔദ്യോഗികമായി പര്യവസാനം ഉണ്ടാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഭക്തജന സഹസ്രം ഈ അനന്തപുരിയുടെ മണ്ണിലേക്ക് ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, മണക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചെഴുന്നള്ളിയ ദേവി ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ആറ്റുകാൽ ദേവി തിരിച്ച് എഴുന്നള്ളുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.